ഉഴുന്ന് എന്താ ഇനി പറയുന്നേ? ഉളുന്ന് കഞ്ചി. ഉളുന്ന് കഞ്ചി. ഉളുന്ന് കഞ്ചി. ഗഞ്ചി. അതെ, അവർ പറഞ്ഞു. ഇത് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഉളുന്ന് കഞ്ചി. ഉളുന്ന് കഞ്ഞി അല്ലേ? അതായത് നമ്മുടെ ദോശയ്ക്ക് ഇഡ്ഡലിക്കും ഒക്കെ അരയ്ക്കുന്ന ഉളുന്ന് കഞ്ഞിയായിട്ട് തന്നേക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇത് മേലുവേദനയ്ക്കും നടുവേദനയ്ക്കും കാലുവേദനയ്ക്കും ഒക്കെ നല്ലതാണെന്ന് അവർ പറയുന്നുണ്ട്. ഇതൊരു പ്രകൃതി എന്നുള്ള സാധനങ്ങളുടെ ഒരു ഷോപ്പാണിത്. ഇവിടെ അതൊക്കെ ഒന്ന് കാണിച്ചു കേൾക്കാം. എല്ലാ തരത്തിലുള്ള അരിയുണ്ട് ഇവിടെ. നമുക്ക് വായിക്കാൻ പറ്റത്തില്ല, അത് തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സാധനം ഉഴുന്നരച്ച് ഇത് വേവിക്കും. ഇങ്ങനെ വെള്ളവും കൂടെ ചേർത്തിട്ട് എന്നിട്ട് വേവിച്ചിട്ട് അതിൽ തേങ്ങാപ്പാലും ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കും. പിന്നെ കുറച്ച് ചക്കര എന്ന് പറഞ്ഞാൽ ഇവർ എനിക്ക് തോന്നുന്നു പഞ്ചസാരയ്ക്കായിരിക്കും പറയുന്നത്. പിന്നെ ചുക്ക്, ഏലക്ക, തേങ്ങ ചിരകി ഇട്ടത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ്. ഇത് നമ്മൾ ഒരു ഷോപ്പ് ബേപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുംഭകോണത്തു നിന്ന് സേലത്തേക്ക് വരുന്ന വഴിക്ക് ഉള്ളതാണ് ഈ ഷോപ്പ്. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് എടുക്കാം. ഇത് നല്ലതാണ് ആരോഗ്യത്തിനെന്നാണ് അവർ പറയുന്നത്. അടുത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന കമ്പാട. ഇവിടെ മിക്സ്ചർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൽ ഇതിന് മിക്സ്ചർ എന്ന് പറയുന്നു. ഇവർ കാരം എന്ന് പറയുന്നു. ഇത് ഹെൽത്തി ആയിട്ട് റാഗി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ. പക്ഷേ പിന്നെ പരിപ്പും കപ്പലണ്ടിയൊക്കെ ഇതിനകത്ത് വറുത്ത് ചേർത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ മിക്സ്ചർ ഉണ്ടാക്കുന്ന പോലെ തന്നെ. പക്ഷേ ഇതിൽ ഈ പൊരിച്ചിട്ടേക്കുന്ന സാധനങ്ങൾ നമ്മുടെ കടലമാവ് ഉപയോഗിച്ചുണ്ടാക്കുന്നതിന് പകരം റാഗിയുടെ പൗഡർ വെച്ചിട്ട് അത് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടുത്തെ ചായയും അതുപോലെ തന്നെ മസാല ടീ ഞങ്ങളിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നന്നായിട്ടുണ്ടായിരുന്നു. അത് എന്താണിത്? മൈസൂർ പാക്ക്. നമ്മുടെ തിന ഇല്ലേ, കൊടുക്കുന്ന പോലത്തെ അതുകൊണ്ട് ഉണ്ടാക്കിയ മൈസൂർ പാവ് കേട്ടോ. എല്ലാം ആയിട്ടുള്ള സാധനമാണ്. അതിലെ നാട്ടിലെ ചക്കര പഞ്ചസാരയാണ്. ഷുഗറാണോ അതോ ബ്രൗൺ ഷുഗർ ചേർത്ത് ഉണ്ടാക്കിയതാണേ. സൂപ്പർ, നന്നായിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കമ്പാട. നമ്മുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ ഇത് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കഷ്ണം കഴിക്കണം. അതിൻ്റെ കൂടെ ചട്നിയുണ്ട്. കമ്പാട. ഇത് മൈസൂർ പാക്ക്. തേന വെച്ചുണ്ടാക്കി. നമ്മൾ കിളിക്കൊക്കെ കൊടുക്കത്തില്ലേ, അത് വെച്ചുണ്ടാക്കി മൈസൂർ പാക്ക്. അടുത്തത് പൊടിച്ചിട്ട് നമ്മുടെ സാധാരണ ലഡ്ഡു ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത്. ഇതെല്ലാം ഹെൽത്തി സാധനങ്ങളാണ്. ഇവിടുത്തെ ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഈ ഷോപ്പിൽ. ഇതിൻ്റെ ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഷെയർ ചെയ്യും. ഇത് നന്നായിട്ടുണ്ട് കമ്പാട. ഇത് ലഡ്ഡു, പിന്നെ ലഡ്ഡു, കപ്പട. ഇനി വന്നാൽ